നഴ്സുമാരുടെ സമരം എന്തിനു വേണ്ടി? ഈ ഒരു ചോദ്യചിഹ്നം എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകും. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പലതും കേൾക്കുന്നു. 40,000 ബേസിക് സാലറി ആക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ സത്യമായ അവസ്ഥ. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ നഴ്സുമാർ നടത്തുന്ന സമരപന്തലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവർ സമരം നടത്തുന്ന പന്തലിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നഴ്സുമാരുടെ സമരം കുറേയൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലിപ്പോൾ LF അങ്കമാലി അവർ സമരം നിർത്തി. സത്യത്തിൽ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ആദ്യം സർക്കാരിനെതിരായിട്ടാണ് നമ്മൾ 40,000 ബേസിക് സാലറി ചോദിച്ച് സർക്കാരിനെതിരെയാണ് നമ്മൾ സമരത്തിന് ഇറങ്ങിയത്. നമുക്ക് 18-ൽ 13-ൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് UN ഹോസ്പിറ്റലിൽ മാത്രമാണ് മിനിമം വേജസ് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 18-ൽ നമ്മൾ ഇതുപോലെ സമരത്തിൻ്റെ ഇതിലേക്ക് കടന്നപ്പോൾ 18-ൽ നമുക്ക് 20,000 ബേസിക് സാലറി ആയിട്ട് തീരുമാനമായി. അത് UN ഹോസ്പിറ്റലിൽ മാത്രം നേടിയെടുക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ള ഹോസ്പിറ്റലൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. 3 വർഷത്തിനുള്ളിലും മിനിമം 5 വർഷം മാക്സിമത്തിനുള്ളിലും മിനിമം വേജസ് മാറ്റേണ്ട സമയമാണ്. ഇത്ര 18-ൽ കഴിഞ്ഞിട്ട് 18-ൽ നമുക്ക് ആ ഒരു ഫെയർ വേജസ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ് വാങ്ങിച്ചെടുത്തതല്ലാതെ ഇൻ്റർവ്യൂമായിട്ട് വാങ്ങിച്ചെടുത്തതല്ലാണ്ട് പിന്നെ നമുക്ക് ആ ഒരു സാലറി കൂട്ടിത്തരൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ 23-ൽ നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ കുറച്ച് കൂട്ടി തന്നായിരുന്നു. ഇൻ്റർവ്യൂമായിട്ട് ബേസിക് ആയിട്ടല്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ അടുത്തത് നമുക്ക് കൂട്ടി തരേണ്ട സമയമായിരുന്നു. ഇത്ര നാളായിട്ട് സമയമാവാണ്ടായപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ കൂട്ടി തരുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ സർക്കാരിനോട് 40,000 ബേസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളൊക്കെ വന്നപ്പോൾ അവരൊരു ബേസിക് സാലറി പറഞ്ഞുറപ്പിച്ചിട്ട് സർക്കാർ ഇപ്പോൾ ഇല്ലാത്ത സമയമായിട്ട് ഇരിക്കുകയാണ്. ഓരോ അതിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറിയിൽ നിന്നും എത്ര വർഷം എക്സ്പീരിയൻസ് ആയാലും വലിയ സാലറി ഹൈക്കൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫെയർ വേജസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടുന്ന സാലറിയേക്കാളും ഫെയറായിട്ട് കുറച്ച് വേജസ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആശുപത്രിയുടെ മുമ്പിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പുറത്തിപ്പോൾ എല്ലാവരോടും പറയണത് ഞങ്ങൾ തുടക്കക്കാർക്ക് ബേസ് 40,000 ചോദിച്ച് സാലറി വേണം, ബേസിക്ക് 40,000 വേണമെന്നുണ്ട് ഞങ്ങൾ സമരം എടുക്കണമെന്നാണ് മൊത്തത്തിൽ എല്ലാവരോടും പറയണത്. പക്ഷെ ഞങ്ങളിവിടെ ഫെയർ വേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടുന്ന സാലറിയേക്കാളും ഫെയറായിട്ട് എത്രയെങ്കിലും എക്സ്പീരിയൻസ് അനുസരിച്ച് കൂട്ടിത്തരണം. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺട്രാക്ട് വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥയുണ്ട്. 2019 മുതൽ പല രീതിയിലുള്ള കോൺട്രാക്റ്റുകളാണ് അവർക്ക്. ഓരോ കോൺട്രാക്റ്റ് കഴിയുമ്പോഴും ആ കോൺട്രാക്റ്റ് അവർക്ക് എല്ലാ ബെനിഫിറ്റ്സും കൊടുത്തിട്ട് അവരുടെ എല്ലാം അവസാനിപ്പിച്ച് ID കാർഡ് വരെ തിരിച്ച് വാങ്ങി പിന്നെ പുതിയൊരു സ്റ്റാഫായിട്ട് ന്യൂ ജോയിനിങ് സ്റ്റാഫായിട്ടാണ് പിന്നെ അവർ തിരിച്ചെടുക്കണേ. അപ്പോൾ അവർക്ക് ഇയർ ഓഫ് എക്സ്പീരിയൻസിൻ്റെ ഒറ്റ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടണില്ല. ചിലർക്ക് 1 ഇയർ, ചിലർക്ക് 3 ഇയർ, ചിലർക്ക് 6 മാസം അങ്ങനെ പല പല കോൺട്രാക്റ്റുകളാണ് ഇവിടെ നിലവിൽ നടക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഒരു 10 വർഷമായ ഒരു സ്റ്റാഫിനെ ഒരു 3-4 സർട്ടിഫിക്കറ്റാണ് കയ്യിൽ. ഒരു സ്ഥാപനത്തിൽ തന്നെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസിൻ്റെതായ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. അതൊന്നും. പിന്നെ നമ്മുടെ OT സ്റ്റാഫിൻ്റെ കാര്യം, OTക്കാർക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഇതിൽ 6-6-12 എന്നുള്ള ഷിഫ്റ്റിലാണ് ഞങ്ങൾ പോണത്. അതിപ്പോൾ OTക്കാർക്ക് എത്ര നാളായിട്ടൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അവർക്ക് പോണ ഷിഫ്റ്റ് 8-8-14 നൈറ്റ് ഷിഫ്റ്റൊക്കെ 14 എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ 15 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോണത്. ഇങ്ങനെ കുറേ ചൂഷണങ്ങളുണ്ട്. പിന്നത്തെ ചൂഷണമാണ് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കൊക്കെ 3 മന്ത് റെസിഗ്നേഷനാണ്. അവർക്ക് എവിടേക്കാലും റിസൈൻ ചെയ്ത് പോകണമെങ്കിൽ ഇത്ര നാൾ 1 മന്ത് 24 റെസിഗ്നേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ 3 മാസം മുമ്പ് കൊടുക്കണം. കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ പോകേണ്ടി വരാണെങ്കിൽ 3 മാസം സാലറി അടച്ചാലേ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ളൂ. ഇങ്ങനെയുള്ള പലവിധ ചൂഷണങ്ങൾക്കെതിരെ നീതിപൂർവകമായ സാലറി ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ സമരത്തിന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. നല്ല നീതി കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ അവരെന്താണ് കറണ്ട് സ്റ്റാറ്റസ്, ഇപ്പോൾ എന്താ അവർ പറയുന്നത്? ആദ്യത്തെ ഘട്ടത്തിൽ സമരത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സർക്കാരിനെതിരായിട്ട് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഇടയിൽ പല ആശുപത്രികളും കേരളത്തിലത്തെ സമരം തീർന്നെങ്കിൽ തൃശ്ശൂരത്തെയും തീർന്നുണ്ടായിരുന്നു. അത് കുറച്ച് KPHയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിലാണ് തീരാണ്ടിരുന്നായിരുന്നത്. പിന്നെ തീരാണ്ട് കണ്ടപ്പോൾ അതിന് കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കോടതി ഇടപെട്ടിട്ട് മീഡിയേഷനെ തീയതി തയ്യാറാക്കാം, അതുവരേക്ക് നിങ്ങൾ താൽക്കാലികമായിട്ട് ജോലിക്ക് കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മാർച്ച് 15-ന് തിരിച്ച് ജോലിക്ക് കോടതി പറഞ്ഞതിൻ്റെ പേരിൽ കയറിയിട്ടുണ്ടായിരുന്നു. മീഡിയേഷന് വേണ്ടി കോടതി ഓരോ മാനേജ്മെൻറ്റോടും വന്ന് ഇരിക്കാൻ പറഞ്ഞെങ്കിലും നമ്മുടെ മാനേജ്മെൻറ്റോടൊന്നും മീഡിയേഷന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ചർച്ചയും പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്നെയും മാർച്ച് 27-ാം തീയതി 2ാം ഘട്ട സമരത്തിന് ഇറങ്ങാനുണ്ടായത്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ 3 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഒരു രീതിയിലുള്ള കോംപ്രമൈസിനും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അവരൊരു രീതിയിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ലായിരുന്നു. 2ാം വട്ടം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇത്ര ദിവസമായി മാർച്ച് 27-ന് ഇറങ്ങിയതാണ്. ഇതൊരു ചർച്ചയ്ക്ക് പോലും അവർ വിളിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെയൊക്കെ നീതി പ്രതീക്ഷിച്ചിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകും.
എത്ര നാളായി നിങ്ങൾ ഇവിടെ സാലറി ഇല്ലാണ്ട് ഇരിക്കുന്നു? മാർച്ച് 27-ാം തീയതി തൊട്ട് സമരത്തിന് ഇറങ്ങിയ ദിവസങ്ങളിലൊന്നും സാലറി ഇല്ല. അപ്പോൾ കഴിഞ്ഞ മാസം മാർച്ച് 6-ാം തീയതി ഇറങ്ങി 27-ാം തീയതി വരെ സമരത്തിലായിരുന്നു, അതിന് സാലറി ഇല്ല. ഇപ്പോൾ 27-ാം തീയതി ഇറങ്ങിയിട്ട് 15-ാം തീയതി വരെ, 15 തൊട്ട് 27 വരെ കോടതി പറഞ്ഞ ഡ്യൂട്ടി എടുത്തു. 27-ാം തീയതി തൊട്ടിട്ട് ഇതുവരെയ്ക്കും കണ്ടിന്യൂസ് സമരത്തിലാണ്. വിത്തൗട്ട് സാലറിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ആർക്കും സാമ്പത്തികമായിട്ട് എല്ലാവരും നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടിലൊക്കെയാണ്. ഈ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഏകദേശം എത്ര രൂപ ചിലവ് വരും? BSc ഞാൻ ചോദിക്കേണ്ടി വരും, കാരണം ഞാൻ GNM-ആണ്. പറഞ്ഞു കേട്ടത് 1 കൊല്ലത്തേക്ക് 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ഫീസ് മാത്രമായിട്ട് വരണമെന്നാണ് പറഞ്ഞത്. ബാക്കി ചിലവുകൾ വേറെയാണ്. ഹോസ്റ്റൽ ഫീസ്, ഫുഡ് അതൊക്കെ വേറെ വരും. പഠിക്കാൻ മാത്രമായിട്ടാണ് 1-1.5 ലക്ഷം വരുന്നത് ഫീസ് മാത്രം. 4 വർഷം. ബാക്കിയുള്ള ചിലവുകളൊന്നും അവർ പറയണില്ല എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ചിലവുകൾ എക്സ്ട്രയാണ് വരുന്നത്. ഞാൻ BSc അല്ല, ഞാൻ 2006-ൽ പാസ് ഔട്ടായ GNM സ്റ്റുഡൻ്റാണ്. ഒരു 8 ലക്ഷം എങ്ങനെയായാലും വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തികച്ചും ന്യായമാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.